വ്യക്തിക്കോ ഏതെങ്കിലും സംഘത്തിനോ ഏതെങ്കിലും ഭൗതിക തത്വചിന്താ പ്രസ്ഥാനങ്ങൾക്കോ മനുഷ്യനെ മനുഷ്യനാക്കാൻ എന്താണ് നന്മ തിന്മ സത്യാസത്യം ധർമ്മ അധർമ്മങ്ങൾ ശരി തെറ്റുകൾ നീതി അനീതി എന്ന് പഠിപ്പിക്കാൻ സാധ്യമല്ല. പിഴവ് പറ്റും. പിന്നെ ആർക്ക് കഴിയും? ആരാണ് ഈ രംഗത്ത് കൃത്യമായ വ്യക്തമായ പൂർണ്ണമായ പ്രായോഗികമായ മാർഗവും മാർഗദർശനവും നൽകേണ്ടത്? അതെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാരോ, തേനീച്ചയെ സൃഷ്ടിച്ചവനാരോ, ആ തേനീച്ചക്ക് തേൻ എവിടെയാണെന്ന് കണ്ടെത്തുവാനുള്ള മാർഗവും മാർഗദർശനവും നൽകിയവനാരോ, ഇന്ന സ്ഥലത്ത് തേനുണ്ട് എന്ന വിവരം തന്റെ തേനീച്ചക്കൂട്ടിന്റെ മുന്നിൽ വന്ന് തന്റെ പെൺ തേനീച്ചകളായ കൂട്ടുകാരികൾക്ക് മുന്നിൽ വാഗിൽ ഡാൻസ് കളിച്ച് ഇന്ന ദിശയിലാണ് തേനുള്ളത് എന്ന വിവരം പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ തേനീച്ചകൾക്ക് മാർഗവും മാർഗദർശനവും നൽകിയവനാരോ, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിലേക്കും അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്കും ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക് ടേണുകൾക്ക് കൃത്യമായ വഴിയും വെളിച്ചവും മാർഗദർശനവും നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ, സർഗാസോ കടലിന്റെ ആഴിയിൽ നിന്നും യൂറോപ്പിലെ ശുദ്ധനദീ തടാകത്തിലേക്ക് 10-36,000 കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന സാൽമൺ മത്സ്യങ്ങൾക്ക് വഴിയും മാർഗവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ, അവൻ തന്നെയാണ് നമുക്കും ഈ രംഗത്ത് കൃത്യമായ വഴിയും മാർഗവും കാണിച്ചു തരേണ്ടവൻ. എന്തു ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് തിന്നണം, എന്ത് തിന്നരുത്, എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത് എന്നു തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ വൈയക്തിക കുടുംബ ദാമ്പത്യ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിഖില മേഖലകളിൽ കൃത്യവും വ്യക്തവും പൂർണ്ണവും പ്രായോഗികവും മാനവികവുമായ മാർഗദർശനം നൽകാൻ സട്ടാവിന്റെ മാർഗദർശനത്തിന് മാത്രമേ കഴിയൂ. അതല്ലാത്ത ഒന്നിന് സാധ്യമല്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഖുൽ ഹുദല്ലാഹി വൽ ഹുദാ, ദൈവികമായ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ ആ മാർഗദർശനത്തെ അനുധാവനം ചെയ്തതിന്റെ പേരിൽ വിരൽ കടിക്കേണ്ട ഒരു ഗതികേട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അതുകൊണ്ട് ദൈവികമായ മാർഗത്തിലേക്ക്, ദൈവികമായ മാർഗദർശനത്തിലേക്ക് ജനങ്ങളെ നയിക്കാനും ക്ഷണിക്കുവാനുമാണ് സകല പ്രവാചകന്മാരും കടന്നു വന്നത്. ആ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ച് പലപ്പോഴും നമ്മൾ അറിഞ്ഞത്, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അറബികളുടെ പ്രത്യേക ഗോത്ര നേതാവ്, അല്ലെങ്കിൽ കേവലം ഒരു അറേബ്യൻ പരിഷ്കർത്താവ് എന്നൊരർത്ഥ തലത്തിൽ. എന്നാൽ ആ മഹാപ്രവാചകനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിൻ അക്തറൻ നാസി ലാ യഅലമൂൻ. ലോകത്തെ മുഴുവൻ ജനങ്ങളിലേക്കും സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ, നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീത് നൽകാൻ സട്ടാവിനാൽ നിയോഗിതനായ പ്രവാചകൻ എന്ന് ഖുർആൻ വളരെ കൃത്യമായി 34-ാമത്തെ സൂറത്ത് സബഇന്റെ 28-ാമത്തെ വചനത്തിൽ ലോകത്തിന്റെ പ്രവാചകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്ന് ഖുർആൻ 21-ാമത്തെ സൂറത്തുൽ അംബിയാഇന്റെ 107-ാമത്തെ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഖുർആൻ വഇന്നക ലഅലാ ഖുൽഖിൻ അളീം, അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് താങ്കളെന്ന് 68-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ ഉണർത്തുന്നു. ആ പ്രവാചക ജീവിത മാതൃകയിലേക്ക് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നു. അതെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനിൽ നിങ്ങൾക്ക് അനുപമമായ മാതൃകയുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു അയൽവാസി എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ, പിതാമഹൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, കൂട്ടുകാരൻ എന്ന നിലയിൽ, ന്യായാധിപൻ എന്ന നിലയിൽ, ഭരണാധികാരി എന്ന നിലയിൽ, ഒരു കരാർ പാലകൻ എന്ന നിലയിൽ ജീവിതത്തിന്റെ നിഖില മേഖലയിലും അനുപമമായ മാതൃക ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് എന്ന് ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നു. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിലൂടെ ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ പ്രവാചകൻ. പക്ഷെ പലപ്പോഴും ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ ഇകഴ്ത്തുവാനും ആ പ്രവാചകനെ സമൂഹ മധ്യത്തിൽ മോശമായി ചിത്രീകരിക്കുവാനുമുള്ള ശ്രമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും വർഗീയതക്ക് പ്രചോദനം നൽകിയ, തീവ്രവാദത്തിന് ആവേശം നൽകിയ വ്യക്തിത്വമായി പലരും വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തെ തുറന്ന മനസ്സുമായി നോക്കിക്കാണാനുള്ള സന്മനസ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പച്ചക്കരുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രൂരതയുടെ പ്രതീകമാണോ? അതല്ല, കാരുണ്യത്തിന്റെ പ്രവാചകനാണോ? വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി കോപിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി വാളെടുക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെടുന്നവന്റെ മരണം ജാഹിലിയ മരണമാണ്, മുസ്ലിമായി കൊണ്ടല്ല അവൻ മരിച്ചു പോകുന്നത് എന്ന് പഠിപ്പിച്ച് വർഗീയതക്കെതിരെ ചരിത്രത്തിൽ പ്രവാചകനോളം ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ചരിത്ര പുരുഷൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ നമ്മൾ അന്വേഷിക്കേണ്ടത്.
മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രവാചകൻ വർഗീയതക്ക് പ്രചോദനം നൽകിയവനാണോ, അതല്ല സമാധാനത്തിന്റെ പ്രവാചകനാണോ? ശുദ്ധ ഏകദൈവാരാധന നെഞ്ചിലേറ്റിയ ഒരൊറ്റ കാരണത്താൽ തന്റെ പിതൃവന്റെ നെഞ്ചകം പിളർന്ന് കരൾ കടിച്ചെടുത്ത് ചവച്ചരച്ച് കാർക്കിച്ചു തുപ്പിയ നിഷേധികൾക്ക് മാപ്പ് നൽകിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരദാഹിയാണോ, അതല്ല നന്മയുടെ സമാധാനത്തിന്റെ വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണമാണോ? ശുദ്ധ ഏകദൈവാരാധന നെഞ്ചിലേറ്റി എന്നൊരൊറ്റ കാരണത്താൽ തന്നെയും തന്റെ അനുയായികളെയും പലതവണ വധിക്കാൻ ശ്രമിക്കുകയും തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ അനുയായികളെ നിഷ്കരണം അറുകൊല ചെയ്യുകയും ചെയ്ത ആ കാലഘട്ടത്തിലെ ഇരുട്ടിന്റെ ശക്തികൾ മക്ക വിജയവേളയിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടി നിർത്തപ്പെട്ട സാഹചര്യത്തിൽ തങ്ങൾക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അധികാരവും ആ രംഗത്തുള്ള സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം ഉണ്ടായിട്ട് പോലും അവരോട് മാന്യമായ നിലപാട് സ്വീകരിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തദാഹിയാണോ, അതല്ല സമാധാനത്തിന്റെ വിട്ടുവീഴ്ചയുടെ പ്രതീകമാണോ? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയേണ്ടത് ഏതെങ്കിലും ചില പുസ്തകങ്ങളിൽ നിന്നോ, ഏതെങ്കിലും ഇസ്ലാം വിമർശക വെബ്സൈറ്റുകളിൽ നിന്നോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നോ, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നടപടിക്രമങ്ങളിൽ നിന്നോ അല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും ആ വിശുദ്ധ ഖുർആന്റെ പ്രായോഗിക ജീവിത വിശദീകരണമായ ആ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ് പ്രവാചകനെ അറിയേണ്ടത്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇത് അറബികളെ മാത്രം നന്നാക്കാനോ അല്ലെങ്കിൽ കേവലം ഒരു മുസ്ലിങ്ങൾക്ക് മാത്രം മാർഗദർശനം നൽകാനുള്ള ഗ്രന്ഥമല്ല, മറിച്ച് മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. 2-ാം അധ്യായം ബഖറ 185-ാമത്തെ വചനം. അതെ, ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാ ഗ്രന്ഥം, ദൈവികമായ വേദഗ്രന്ഥം ഇതാ, ജനങ്ങൾക്ക് നേരായ ചൊവ്വായ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം ഇതാ. അതെ, വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം ഇതാ എന്ന് ഖുർആൻ 17-ാം അധ്യായം ഇസ്രാഇന്റെ 9-ാമത്തെ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. ലോകത്ത് സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം, അതെ, വഇന്നഹു ലതൻസീലു മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് 26-ാം അധ്യായം സൂറത്തുൽ ശുഅറയുടെ 92-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ ഉണർത്തുന്നു. ലോകാവസാനം വരേക്കുമുള്ള സകല മനുഷ്യർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് ഇത് നിലനിൽക്കുമെന്നും ഇതിനെ നിലനിർത്തുമെന്നുമുള്ള വിശുദ്ധ ഖുർആനിലൂടെ സട്ടാവിന്റെ പ്രഖ്യാപനം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാം അവതരിപ്പിച്ച ഈ ദൈവിക ഗ്രന്ഥത്തെ, മാനവ മാർഗദർശക ഗ്രന്ഥത്തെ ലോകാവസാനം വരെ നാം തന്നെ സംരക്ഷിക്കുമെന്ന 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിന്റെ 9-ാമത്തെ വചനം. വൈരുദ്ധ്യങ്ങളില്ലാതെ, ന്യൂനതകളില്ലാതെ, പോരായ്മകളില്ലാതെ കൃത്യമായി നന്മതിന്മകളെ കുറിച്ച്, ധർമാധർമ്മങ്ങളെ കുറിച്ച്, സത്യാസത്യങ്ങളെ കുറിച്ച് മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന ഖുർആൻ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. 4-ാം അധ്യായം നിസാഇന്റെ 82-ാമത്തെ വചനം. അവർ പഠിക്കുന്നില്ലേ ഖുർആനിനെ കുറിച്ച്, ചിന്തിക്കുന്നില്ലേ അവർ ഖുർആനിനെ കുറിച്ച്? ദൈവികമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ എടുത്ത് പഠനം നടത്തിയാലും ഒരു വൈരുദ്ധ്യവും ന്യൂനതയും പോരായ്മയും പുഴുക്കുത്തും ആ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരക്കുമുള്ള കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിന്റെ വിമർശകർക്കോ ശത്രുക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. ഇത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രം മാർഗദർശനം നൽകാനുള്ള ഗ്രന്ഥമല്ല, ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനം നൽകാനുള്ള ഗ്രന്ഥം. നമ്മളെല്ലാം മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരാണ്. മാനവരാശിക്ക് മുന്നിലാണ് വിശുദ്ധ ഖുർആൻ ലോകങ്ങളുടെ നാഥൻ അവതരിപ്പിക്കുന്നത്. ആ വിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജനങ്ങളെ ക്ഷണിക്കുന്നത് ഫാസിസത്തിലേക്കോ ടെററിസത്തിലേക്കോ അല്ല, മറിച്ച് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനത്തിലേക്കും മോക്ഷത്തിലേക്കുമാണ്. ഖുർആൻ 10-ാം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത്. സിൽമി എന്ന അറബി പദധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത്. സിൽമി എന്ന അറബി പദധാതുവിന്റെ അർത്ഥം ശാന്തി, സമാധാനമെന്ന്. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? ഏകനായ സട്ടാവിന്, അഥവാ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുന്നവനാരോ അവനാണ് മുസ്ലിം. ആ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് യഥാർത്ഥത്തിൽ